പുതുവർഷ പ്രതിജ്ഞയെടുത്ത് ഇറങ്ങി തിരിച്ചിട്ട് എന്തായി? 2 മാസം കഴിയാറാകുന്നു. നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയേ. പുരോഗതി ഉണ്ടോ? അല്ലെങ്കിൽ എവിടെ എത്താതെ നിൽക്കുക തന്നെയാണോ? എന്താ സ്ഥിതി? അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറുടെ പരീക്ഷാ തീയതി വന്നു, ഏപ്രിൽ 18-നാണ്. ഇനി അത് നടക്കുമോ നിങ്ങൾക്ക്? സിവിൽ എക്സൈസ് ഓഫീസർ, ഡിഗ്രി പ്രിലിംസ്, അതൊക്കെ മെയ് മുതൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ CPO, WCPO ജൂൺ മുതൽ എപ്പോഴും പരീക്ഷ പ്രതീക്ഷിക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ 10th ലെവൽ പ്രിലിംസ് ജൂലൈ മുതൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം. പ്രിലിംസിന്റെ തീയതിക്കനുസരിച്ച് 3-4 മാസത്തെ ഇടവേളയിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മുതലുള്ള ആ ഒരു കാലയളവിൽ ഡിഗ്രി മെയിൻസ് പരീക്ഷകളും നടക്കും. സെപ്റ്റംബർ മുതൽ എപ്പോൾ വേണമെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഒരു ഒറ്റ പരീക്ഷയായിട്ട് നടക്കും. ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS തുടങ്ങിയവയുടെ മെയിൻസ് ഒക്ടോബർ മുതൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഇതൊക്കെ കഴിയുന്നതോടുകൂടി നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിൽ എല്ലാവരും കാത്തിരിക്കുന്ന LDCയും വാരിയസ് LGSഉം LPUPയുടെ നോട്ടിഫിക്കേഷനുകളും വരും. ചുരുക്കി പറഞ്ഞാൽ പ്രധാന PSC പരീക്ഷകളുടെ മേളം തന്നെയാണ് വരാൻ പോകുന്നത്. ഇനിയും നിങ്ങൾ മടിയും പിടിച്ചിരുന്നാൽ ജോലികൾ അന്യമായി തുടർന്നുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഇറങ്ങിത്തിരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാരണം ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ പരീക്ഷകളിലെ മികച്ച റാങ്കുകൾ കരസ്ഥമാക്കാനുള്ള സമയം നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. അതുമല്ല, വർഷാവസാന നോട്ടിഫിക്കേഷൻ വരുന്ന 2027 നടക്കുന്ന LDCക്കും അത് ഗുണം ചെയ്യും. LDC വരട്ടെ എന്നിട്ടിറങ്ങാം എന്ന് കരുതി കഴിഞ്ഞാൽ ഈ പരീക്ഷകളിലൊക്കെ തന്നെ റാങ്ക് സ്വന്തമാക്കുന്നവർ അവിടെയും മികച്ച റാങ്ക് സ്വന്തമാക്കി അങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ അവരുടെ വീഡിയോ പോയിട്ട് നിങ്ങൾക്ക് ഒറ്റയൊന്നല്ലേ പറ്റൂ, ബാക്കിയെല്ലാം ഡിലീഷൻ കൊടുത്തൂടെ, എന്തിനാം എല്ലാം എഴുതിയിട്ട് മറ്റുള്ളവരുടെ ചാൻസ് നശിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ട് നിർവൃതി അടയേണ്ടി വരും. ഇപ്പോൾ ഇറങ്ങിയാൽ എല്ലാം നേടി മികച്ച തിരഞ്ഞെടുത്ത് സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വരുന്ന 4-5 മാസം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കഠിന പ്രയത്നത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2027 സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്യാം, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, നിങ്ങളുടെ ചിരകാല സ്വപ്നം പൂവണിയിക്കാം. ആഗ്രഹിച്ച, പ്രയത്നിച്ച നിങ്ങൾ സംതൃപ്തനാകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ നിങ്ങളുടെ കൂടെ നിന്ന വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം സന്തോഷം, അല്ലേ? മനസ്സിന് ഇഷ്ടപ്പെട്ട പലതും മാറ്റിവെച്ചുകൊണ്ടുള്ള ശ്രമത്തിനിടയിലും നിങ്ങളെ തളർത്താൻ നോക്കിയവർക്കുള്ള ഏറ്റവും വലിയ ഷോക്കുമായിട്ട് അത് മാറും. PSC കിട്ടില്ലടാ, വെറുതെയാണ്, ലൂപ്പാണ്, മുട്ടിലെയ്യണം, സമരം ചെയ്യണം, ആദ്യ റാങ്കിൽ വന്നാലും ജോലി കിട്ടില്ല, നിയമന നിരോധനമാണ്, പിൻവാതിൽ നിയമനമാണ്, ഇങ്ങനെ പലതും നിങ്ങൾ കേൾക്കും, കാണും. നേരിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പലതും നിങ്ങൾ കാണും, കേൾക്കും. പ്രത്യേകിച്ചും ഇലക്ഷൻ കാലമാണ്. പ്രതിപക്ഷ പാർട്ടികളും റാങ്ക് ലിസ്റ്റിലുള്ളവരും മാക്സിമം നിയമനത്തിന് വേണ്ടി സമരം ചെയ്യും. അത് അവരുടെ ശരിയാണ്. ഭരണപക്ഷം മാക്സിമം നിയമനം നടത്തി അവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും നോക്കും. അത് അവരുടെ ശരിയുമാണ്. എന്ത് തന്നെയായാലും ഫലം എന്താണ്? നിയമനത്തിന്റെ വേഗത വർദ്ധിച്ചോളും എന്നുള്ളതാണ്. അതുകൊണ്ട് നിലവിലെ ലിസ്റ്റിന്റെ നിയമനത്തിന്റെ എണ്ണം നോക്കി അത് നിങ്ങളുടെ പഠനത്തിനെ ബാധിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി യഥാർത്ഥ അളവിൽ, യഥാർത്ഥ രീതിയിൽ നടക്കാൻ അത് നിങ്ങളെ സമ്മതിക്കില്ല. യഥാർത്ഥ വേഗതയിൽ നിങ്ങളുടെ പ്രവൃത്തി നടക്കില്ല. അതുകൊണ്ട് അത്തരം ചിന്തകളിൽ നിന്ന് മാറി നടക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. 1 ലക്ഷം നിയമനം നടക്കും, അതിലൊന്നാകാൻ എളുപ്പമാണ് എന്നൊന്നും കരുതിയല്ലല്ലോ നിങ്ങൾ ഇറങ്ങി തിരിച്ചത്. നടക്കുന്നത് 10,000 ആയാലും 1000 ആയാലും 100 ആയാലും അതിലൊന്ന് ഞാൻ നേടും എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം നമ്മൾ എപ്പോഴും ഇറങ്ങിത്തിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം എന്നൊരു പ്ലാൻ ബിയുമായിട്ട് നമ്മൾ ഇറങ്ങിയാലും നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത നിങ്ങളെ പൊതുവെ മടി പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി, ഏതെങ്കിലും ഒരു സർക്കാർ ജോലി അത് കരസ്ഥമാക്കുക എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ പിന്നെ സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. മൊത്തം സിലബസ് ഏരിയകൾ എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങളുടെ മുന്നിലുള്ള ദിവസങ്ങൾ കണക്കാക്കിയിട്ട് ഓരോ ദിവസവും എത്രത്തോളം തീർക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. അല്ലാതെ പണ്ടത്തെ പോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് 1 മണിക്കൂർ ചരിത്രം, 1 മണിക്കൂർ ഭൂമിശാസ്ത്രം, 1 മണിക്കൂർ കണക്ക്, 1 മണിക്കൂർ ഇംഗ്ലീഷ്, ഇങ്ങനെയൊന്നും അല്ല ഇപ്പോഴത്തെ PSC പഠനം. PSC മാറി, ചോദ്യ രീതികൾ മാറി, ചോദ്യങ്ങളുടെ നിലവാരം മാറി. ഒരു ദിവസം തീർക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് തീരുമാനിച്ച് എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് അത് പഠിച്ചു തീർക്കുക. ആഴ്ചയിൽ റിവിഷൻ നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കുക. പരമാവധി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഓരോ തവണയും നിങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. പഠനം, റിവിഷൻ, പരീക്ഷകൾ എഴുതുക, സമ്മർദ്ദത്തെ അതിജീവിക്കുക, പരീക്ഷാ ഹാളിലെ സ്മാർട്ട് വർക്കുകൾ, ഇത് തന്നെയാണ് റാങ്ക് ജേതാക്കളുടെ വിജയ ഫോർമുല എന്ന് പറയുന്നത്. ആരും ചെയ്യാത്ത അത്ഭുതങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടല്ല ഒരു ആദ്യ റാങ്കുകാരൻ ജനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചെയ്തത് കൊണ്ട് മാത്രമാണ് അയാൾ ആദ്യ റാങ്ക് നേടിയത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് മടി വരുമ്പോഴൊക്കെ ലക്ഷ്യം നേടുന്നത് ഭാവനയിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസത്തെയും വർക്ക് തീർത്ത് അതിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ നേടുക തന്നെ ചെയ്യും. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് സ്വപ്നങ്ങൾ നേടിയെടുക്കുമെന്ന് ഉറക്കെ പറയാനുള്ള ആർജവം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ.